ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്കപ്പ്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, ഹാൻഡിൽ കവർ ഇളക്കം, വൈസർ ഇളക്കം, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം. പിന്നെ റിയർ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിൽ, അത് ഒരു ബൾബ് പോയിട്ടുണ്ട്, തെളിയുന്നില്ല. ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെരിവ് പോലെ പറയുന്നുണ്ട്, വെട്ടി തേയാനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോറി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് നമുക്ക് ഓയിൽ വരാം. എഞ്ചിൻ ഓയിലിന് പുറമെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഓയിൽ വരുന്നുണ്ട്, അത് നോക്കി നല്ല ഓയിലാണ്. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ബാക്ക് ടയർ കുഴപ്പമൊന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഈ തവണ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിടാം. ക്ലച്ച് സൈഡ് നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാനാണ്. അപ്പോൾ ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റാണ് കിടക്കുന്നത്, പക്ഷേ കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഹോണ്ടയിൽ തന്നെ ആയാലും ബാൻഡുമാണ് വന്നെ, ഹോണ്ടയിൽ വന്ന ബെൽറ്റായാലും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ബേസിൽ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അത് കിടന്ന് ഉടനേന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ വീലുകളൊക്കെ നമ്മൾ ഓരോന്നും നോക്കി. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ടായിട്ട് ഉരച്ചിട്ടൊക്കെ ഇട്ടാണ്. എനിക്ക് തോന്നുന്ന വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ വന്ന വണ്ടികളിലാണ് ഈ ലക്ഷണങ്ങൾ കാണാറ്. ഈ സൈഡൊക്കെ തുരുമ്പുണ്ടായിട്ട് ആ ബെൽറ്റ് നിന്ന പാടൊക്കെയാണ് കാണുന്നത്, തുരുമ്പിട്ടിട്ട് ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പുള്ളി വീല് ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കാണ്ട് വരുമ്പോൾ തന്നെ കേസാണ്. കുറച്ച് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടേക്കണതാണ്, നല്ല പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ ഓടിക്കാം. പക്ഷേ തന്നെ ഈ റഫ്നെസ് വരുമ്പോൾ ബെൽറ്റിൻ്റെ ലൈഫ് കുറയും, അതാണ് അതിൻ്റെ വ്യത്യാസം വരാം. അപ്പോൾ തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും രണ്ട് ഓയിൽ സീലുകളാണ് നമുക്ക് ക്ലച്ച് സൈഡിൽ വരാം. ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല ക്ലച്ചിനകത്ത്. റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാനാണ്. ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ്, ക്ലച്ച് ചെക്കപ്പ് ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് അഴിച്ചാനാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരുന്ന ഈ ബ്രേക്കിൻ്റെ കേബിൾ ഓൾറെഡി വലിഞ്ഞ് നിൽക്കുന്നതുണ്ടോ, ബ്രേക്ക് പിടിച്ചൊരവസ്ഥയിലാണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടായിരിക്കില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകൾ ഇങ്ങനത്തെ ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയാമെന്നുള്ളതാണ്. കാരണം ഇത് ലെങ്തി ടൈപ്പ് കേബിളാണ്, നല്ല നീട്ടം വന്ന കേബിളാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഔട്ടർ വലിച്ചിൽ വന്നാൽ പോലും ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. ഇതെന്തായാലും അടുത്ത സർവീസ് വരെ കിടന്ന് ഓടാൻ സാധ്യതയില്ല. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. ഞാൻ എസ്റ്റിമേറ്റിനത് ഉൾപ്പെടുത്തിയേക്കാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയക്കണമാണ്. അത് ഇടയ്ക്കിടെ കംപ്ലയിൻറ്റ് വന്ന ഒരു പാർട്ടാണ് ഈ സാധനം. അതൊന്ന് അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റി റീസെറ്റ് ചെയ്യാം. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, രണ്ട് കേബിളുകൾ നമ്മൾ നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററിൻ്റെ അവസ്ഥ കാണുമ്പോൾ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ പുറമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10 വണ്ടി വന്നാൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റാണ്. ഒന്നോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും, അല്ലെങ്കിൽ മിസ്സിങ് കാണിക്കും, അല്ലെങ്കിൽ ഓവർഫ്ലോ കാണിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാറുണ്ട് സാധാരണ. നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടായി കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സെൽഫ് അടിക്കാത്തതുകൊണ്ട് തന്നെ കിക്കർ അടിക്കേണ്ടതായിട്ട് വന്നു. കിക്കർ അടിക്കുമ്പോഴും ചെറിയൊരു കംപ്രഷൻ ലീക്കേജ് കാണിച്ചതുകൊണ്ട് സ്റ്റാർട്ട് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് ലക്ഷണം കാണിച്ചാൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റാണ് വരാം. ചുരുങ്ങിയത് നമുക്കൊരു 500-550 നമുക്ക് സ്റ്റാർട്ടിങ് വരും. പിന്നെ അതിൻ്റെ ഓരോ ഏതെങ്കിലും പാർട്സുകളൊക്കെ അഡീഷണലായിട്ട് മാറ്റേണ്ടി വന്നാൽ അതിൻ്റെ അനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം കാർബറേറ്ററുകൾ പഴിച്ച് ക്ലീൻ ചെയ്യുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായതുകൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം തൽക്കാലം ഒഴിവാക്കി വിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ നോക്കി, കേബിളുകൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, ഫ്രണ്ട് ഷോക്കിൻ്റെ ആക്ഷനൊക്കെ നോക്കി, ഓയിൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നും ഫ്രണ്ട് ഭാഗത്തുനിന്ന് വണ്ടിയും കാണുന്നില്ല. പിന്നെ വണ്ടി സൈഡ് വലിവ്, ഹാൻഡിൽ ലേസൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ബുഷുകൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ല. നിലവിൽ ഓടിച്ച് നോക്കുമ്പോഴേലും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയാനായിട്ട് ഓടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. കംപ്ലയിൻറ്റ് ബാറ്ററിയുടെ ആണ് കേട്ടോ. നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ആംപിയർ വേണം. അതായത് നമ്മൾ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ 8.5 വോൾട്ടിൽ താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ സെൽഫ് മോട്ടറിൻ്റെ ഒരു വോൾട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്ഥാനത്ത് കണ്ടോ, നിലവിൽ 5.4 പോകണം, 4.0. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
പിന്നെ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ കവറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെൻറ്റർ ഭാഗം പൊട്ടിപ്പോയേക്കാം. ഇത് കണ്ട സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിയേക്കണത് കൊണ്ടാണ് ആ പ്രോബ്ലം വരാം. ആ തൽക്കാലത്തേക്ക് വൈബ്രേഷൻസ് ഇല്ലാത്ത രീതിയിൽ അഡീഷണൽ ഒരു വാഷ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നിർത്താം. ഫൈബർ ബോഡിയാണ്, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും പ്രോബ്ലംസ് വരും എന്തേലും. തൽക്കാലം വാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നിന്നോളും. അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ സൈഡ് പൊട്ടിപ്പോകും. കാരണം ജർക്കിംഗ് ആണ്, ഫൈബറാണ്. എന്തായാലും സ്വാഭാവികമായിട്ട് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ലൈഫൊക്കെ പോകും. തൽക്കാലം നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. സ്പോഞ്ച് പോലത്തെ ടൈപ്പാണ്. ഫിൽറ്റർ തന്നെയാണ്, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ആയിട്ട് വന്ന ഫിൽറ്ററാണത്. അത് മാറ്റേണ്ട ടൈമാണ്, മൊത്തം പൊടിഞ്ഞു പോയി. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓയിൽ ചേഞ്ചും കൂട്ടത്തിൽ കൂടെ നടത്തി വിടുന്നുണ്ട് കേട്ടോ. ഓയിൽ കൃത്യമായിട്ട് സമയത്തിന് മാറാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ എഞ്ചിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഓയിൽ ഓടിക്കാണ്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അഴുക്കാവും. ആകെ നമുക്ക് 800 മില്ലി ഓയിലാണ് എഞ്ചിനിൽ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയാസമയങ്ങളിൽ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അത് എഞ്ചിൻ്റെ ലൈഫ് നല്ലോണം കൂടും. മറ്റേ എഞ്ചിൻ ഓടിക്കാൻ നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും. മൈലേജിനകത്തും നമുക്കതൊരു ഗുണമായിട്ട് വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. ജനറൽ സർവീസിൽ പുറമെ നമുക്ക് വന്ന അഡീഷണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാനുണ്ട്. അതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.